ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്യാണിയുടെയും കിരണിൻ്റെയും കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ കിരണിനോട് കല്യാണി പറയുന്നു, കിരണിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തെറ്റിദ്ധാരണയൊക്കെ മാറ്റണം, എന്നിട്ട് അവർ ഒരുമിച്ച് കഴിയണമെന്നൊക്കെ. കിരൺ അപ്പോൾ പറയാണ് എൻ്റെയും കുറേ നാളത്തെ ആഗ്രഹമാണെന്ന്. കല്യാണി അപ്പോൾ പറയാണ് ഇനിയും അതിനുവേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കാൻ പോകുന്നതെന്ന്. ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ആ ആഗ്രഹം സാധിച്ചു തരും. തെറ്റിദ്ധാരണയുടെ പേരിൽ നല്ലവരാരും ഇങ്ങനെ പിരിഞ്ഞു കഴിയാൻ പാടില്ല എന്നൊക്കെ കല്യാണി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് രൂപയാണ്. രൂപയുടെ അടുത്തേക്കാണെങ്കിൽ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ദേവരാജ് വരുന്നു. രൂപ ചോദിക്കുന്നുണ്ട്, കമ്പനിയിലെ ഫിനാൻസ് കാര്യമെല്ലാം നിങ്ങളല്ലേ കൈകാര്യം ചെയ്യുന്നത്, പിന്നെ എങ്ങനെ കമ്പനി നഷ്ടത്തിലായെന്ന്. ദേവരാജ് പറയുന്നു, എല്ലാത്തിനും കാരണം രാഹുൽ സാറാണ്. മേഡത്തിൻ്റെ ആങ്ങളെ ആയതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യവും പറയാതിരുന്നത്, ഇപ്പോൾ ജയിലിലായതുകൊണ്ടാണ് പറഞ്ഞതെന്ന്. രാഹുൽ സാറാണെങ്കിൽ ഒരുപാട് പേരോട് പണമൊക്കെ നേരത്തെ വാങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് കമ്പനിയിൽ. കിരൺ സാർ ഉണ്ടായിരുന്നപ്പോൾ നല്ലൊരു MD ആയിരുന്നു. അപ്പോൾ കമ്പനി നല്ല രീതിയിലാണ് പോയതെന്നൊക്കെ പറയുന്നു. രൂപയെല്ലാം കേട്ടിട്ട് ദേവരാജനോട് പറയുകയാണ്, നിങ്ങൾ പൊക്കോളൂ, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചോളാമെന്ന്. അതിനുശേഷം രൂപയാണെങ്കിൽ സരയുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ശാരിയോട് പറയുന്നു സരയുവിനെ വിളിക്കാനെന്ന്. രൂപ സരയു വന്നതിന് ശേഷം പറയുകയാണ്, ഇവൾ ഇപ്പോൾ കാണിക്കുന്നതിനോടൊക്കെ എനിക്ക് ദേഷ്യമുണ്ട്, എങ്കിലും ഇവളോടുള്ള പഴയ സ്നേഹം മറക്കാൻ പറ്റുന്നില്ല. അതൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം ഇവൾക്ക് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ രജിസ്റ്റർ ഓഫീസിലേക്ക് വരണമെന്ന് പറയുന്നു. ശാരിക്കും സരയുനും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. പക്ഷെ രണ്ടുപേരും ഭയങ്കര അഭിനയമൊക്കെ കാഴ്ചവെക്കുകയാണ്. രണ്ടുപേരും പറയാണ് നിൻ്റെ സ്നേഹം മാത്രം മതി, സ്വത്തുക്കളൊന്നും വേണ്ട എന്നൊക്കെ. രൂപ പറയുകയാണ്, സരയുൻ്റെ പേരിൽ തുടങ്ങിയ കമ്പനിയാണെങ്കിൽ സരയുൻ്റെ പേരിൽ തന്നെ നാളെ എഴുതി തരാമെന്ന് വിചാരിക്കുന്നുവെന്ന്. സരയുന് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. സരയുവാണെങ്കിൽ രൂപയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു. ശാരി അപ്പോൾ പറയാണ്, ഇന്നെങ്കിലും സരയു മോൾ സുഖമായിട്ടുറങ്ങും, കമ്പനി എഴുതി കൊടുത്തത് കൊണ്ടല്ല, നിനക്ക് പിണക്കമില്ലല്ലോ എന്നറിഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നു. രൂപയപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, മറ്റുള്ളവരെ ഉറക്കം കെടുത്തിയിട്ട് ഇവളുമാരുടെ ഒരു ഉറക്കമെന്ന്. പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശനാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഞാനാണെങ്കിൽ കല്യാണിയുടെ വീട്ടിലോട്ടും അതുപോലെ സരയുൻ്റെ വീട്ടിലോട്ടും പോയിട്ട് വരാം. രതീഷ് ആണെങ്കിൽ പ്രകാശനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഇതുപോലെ ഒരു അമ്മായി അച്ഛൻ വേറെ എങ്ങും കാണത്തില്ല, മറ്റുള്ളവരുടെ സങ്കടത്തിൽ കുത്താൻ വേണ്ടി പോവുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ആ വീട്ടിലെങ്ങാനും ചന്ദ്രശേഖരൻ സാർ ഉണ്ടെങ്കിൽ തിരിച്ചു വരാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കുമെന്ന് പ്രകാശനോട് രതീഷ് പറയുന്നു. കല്യാണിക്ക് സൗണ്ട് കിട്ടിയില്ല എന്നറിഞ്ഞിട്ട് കളിയാക്കാൻ വേണ്ടിയല്ലേ അച്ഛൻ പോകുന്നതെന്ന് കാദംബരിയും ചോദിക്കുന്നുണ്ട്. പ്രകാശൻ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് മൊബൈലിൽ വീണ്ടും മെസ്സേജ് വരുന്നു. വേറെ നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നേക്കുന്നത്. മനസ്സ് നല്ലതാകാൻ വേണ്ടി പോയിരുന്നു പ്രാർത്ഥിക്കാൻ എന്നാണ് മെസ്സേജിലുള്ളത്. വിക്രം അപ്പോൾ പറയാണ്, ഇനിയും നമ്പറൊന്നും ബ്ലോക്ക് ആക്കണ്ട, ബ്ലോക്ക് ആക്കിയാലും വേറെ നമ്പറിൽ നിന്ന് മെസ്സേജ് വരുമെന്ന്. മുത്തശ്ശി അപ്പോൾ പറയാണ്, നീ നിന്റെ ഭാര്യയോട് പിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിന്നെ ആരോ മോഹിച്ചിട്ട് മെസ്സേജ് ചെയ്യുന്നതാണെന്ന്. രതീഷ് അപ്പോൾ കളിയാക്കി പറയാണ്, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിവാഹം നടത്ത്, എന്നിട്ട് കിട്ടുന്ന സ്ത്രീധനത്തിൻ്റെ പകുതി എനിക്കൂടെ തന്ന് എൻ്റെ കടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറയുന്നു. പ്രകാശൻ പറയുകയാണ്, ഈ മെസ്സേജ് അയക്കുന്ന പെണ്ണിൻ്റെ സൗണ്ട് ആണെങ്കിൽ ഇനി എവിടെ വെച്ച് കേട്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് രൂപയാണ്. രൂപയുടെ അടുത്തേക്ക് കല്യാണി വരുന്നു. കല്യാണിയെ കാണുന്നതും രൂപയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. രൂപ പറയുന്നു, മോളെ കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നുവെന്ന്. രൂപ കല്യാണിയോട് പറയാണ്, ഞാൻ മോൾക്ക് വേണ്ടി ഒരു സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരു നെക്ലേസ് എടുത്തു കൊടുക്കുകയാണ്. കല്യാണി അപ്പോൾ പറയാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ആഭരണങ്ങളോട് വലിയ താല്പര്യമില്ല എന്ന് അമ്മയ്ക്ക് അറിയില്ല എന്നൊക്കെ ചോദിക്കുന്നു. രൂപയപ്പോൾ പറയാണ്, മോൾ ഇതിട്ടുകൊണ്ട് പോകണ്ട, വീട്ടിൽ പോയിട്ട് സൂക്ഷിച്ചു വെച്ചാൽ മതിയെന്ന് പറയുന്നു. കല്യാണി അപ്പോൾ പറയാണ്, അമ്മ ഇവിടെ തന്നെ വെച്ചാൽ മതി, എല്ലാവരും ഒത്തുചേരുന്ന ദിവസം അമ്മ എനിക്ക് തന്നാൽ മതിയെന്നൊക്കെ പറയുന്നു. കല്യാണിയാണെങ്കിൽ കിരണിൻ്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. കിരണിൻ്റെ അച്ഛനാണെങ്കിൽ നല്ലവനാണെന്നും രാഹുലാണ് എല്ലാത്തിനും കാരണം, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ഒക്കെ പറയുന്നു. രൂപ പക്ഷേ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. കല്യാണി അപ്പോൾ പറയുന്നുണ്ട്, താര ആൻറ്റിക്കാണെങ്കിൽ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് ഇവിടെ പരിസരത്ത് എവിടെയോ ഉണ്ട്, ആ കുഞ്ഞാണെങ്കിൽ സേനൻ അച്ഛൻ്റെ അല്ല, അത് രാഹുലിൻ്റെ ആണെന്നൊക്കെ പറയുന്നു. രൂപ പക്ഷേ ഒന്നും കേട്ടിട്ടും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. കല്യാണി അപ്പോൾ പറയുന്നുണ്ട്, എല്ലാം സത്യമാണെന്ന് ഒരു ദിവസം മനസ്സിലാകുമെന്ന്.
പിന്നീട് കാണിക്കുന്നത് പ്രകാശനാണെങ്കിൽ കിരണിൻ്റെ വീട്ടിലേക്ക് വരുന്നു. പ്രകാശൻ വരുമ്പോൾ പാറുവും ബൈജുവുമാണെങ്കിൽ വെളിയിലുണ്ടായിരുന്നു. പ്രകാശൻ കല്യാണിയെ അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് കല്യാണിയും കിരണും കാറിൽ വന്നിറങ്ങുന്നു. പ്രകാശനാണെങ്കിൽ കല്യാണിയെ കളിയാക്കി സംസാരിക്കുകയാണ്. കല്യാണിയോട് ചോദിക്കുകയാണ്, ഞാൻ വന്നത് നീ എന്നെ കാണുമ്പോൾ ദേഷ്യം കൊണ്ട് നിന്റെ സൗണ്ട് വല്ലതും വെളിയിൽ വന്നാലോ എന്നറിയാൻ വേണ്ടി വന്നതാണെന്ന്. പ്രകാശൻ പറയാണ്, എൻ്റെ മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ സംസാരിച്ചു. അത് കണ്ടപ്പോൾ നീ വിചാരിച്ചു നീയും അതുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ സംസാരിക്കുമെന്ന്. ഇവളാണെങ്കിൽ കിരണേട്ടാന്നും പാറൂന്നും ഒക്കെ പറഞ്ഞ് സംസാരിക്കുമെന്നാണ് നിങ്ങൾ കരുതിയത്. പക്ഷേ എന്നിട്ട് ഇവൾ ബപ്പപ്പ എന്ന് പറഞ്ഞെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് പ്രകാശൻ കളിയാക്കുന്നു. ബൈജു അപ്പോൾ പറയാണ്, കല്യാണിയുടെ സംസാരമൊക്കെ കടുവ എപ്പോഴോ കേട്ട് കഴിഞ്ഞല്ലോ എന്ന്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്